അഡ്വക്കേറ്റ് LG സതീഷ്, വേദിയിൽ നമുക്കേവർക്കും സ്വാഗതം പറഞ്ഞ ശ്രീ അരുൺ രവി, ശ്രീമതി അജിത ദേവപിള്ള, വേദിയിലുള്ള ശ്രീ MS ഫൈസൽ ഖാൻ, അഡ്വക്കേറ്റ് M സലാഹുദ്ദീൻ, ശ്രീമതി സൈഗ ദിലീപ്, ശ്രീ പ്രവീൺ കലക്കാവ്, ശ്രീമതി അമൃത നായർ, എത്തിച്ചേരുന്ന ശ്രീ വിനോദ് വൈശാഖി, അഡ്വക്കേറ്റ് ഷാനിബ ബീഗം, എത്തിച്ചേരുന്ന അഡ്വക്കേറ്റ് വിൻസെന്റ് MLA, ശ്രീ സുരേഷ് കിടനാട്, ശ്രീമതി ജയലത ദേവകുമാർ, മറ്റ് ശ്രീ S സേതുനാഥ് മലയാളപ്പുഴ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ സുഹൃത്തുക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ, വോയിസ് ഓഫ് വേൾഡ് മലയാളി കൗൺസിൽ അതിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ നാട്ടിൽ നിരവധിയായിട്ടുള്ള മലയാളികളുടെ കൂട്ടായ്മകൾ ഇതുപോലെ പ്രവർത്തിക്കുന്നു. ആ കൂട്ടായ്മകളെല്ലാം തന്നെ അവരുടെ മുൻകൈയിൽ പലവിധ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാറുണ്ട്. അതിലെല്ലാം പങ്കെടുക്കുന്ന മിക്കവാറും പരിപാടികളിൽ തലസ്ഥാനത്തായതുകൊണ്ട് പങ്കെടുക്കുന്നവരാണെന്ന നിലയിൽ ആദ്യം ഞാൻ ഇതിന്റെ ഭാരവാഹികളെ വളരെ സന്തോഷത്തോടുകൂടി അഭിനന്ദിക്കുകയാണ്. ഇവിടെ ഇന്ന് തൂലികാരത്നം അവാർഡ് വിതരണവും പലവിധ കഴിവ് തെളിയിച്ച് വിവിധ രംഗങ്ങളിൽ മികവുറ്റ പ്രകടനം കാട്ടിയ സുഹൃത്തുക്കളെ ആദരിക്കുന്ന ചടങ്ങ് കൂടി ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചിരുന്നു. വളരെ സന്തോഷകരമായ കാര്യമാണ്. അത്തരത്തിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടി നിലപാട് എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് അന്യ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിൽ ലക്ഷക്കണക്കായിട്ടുള്ള മലയാളികൾ പലവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. തൊഴിലായിട്ടും വിദ്യാഭ്യാസപരമായും മറ്റു പല മേഖലകളിൽ അവരുടെ പ്രവർത്തനം നന്നായി നടന്നു വരുന്നത് നമുക്കെല്ലാം അറിയാം. ഇന്നിപ്പോൾ കേരളത്തിന്റെ സമ്പദ്ഘടനയിൽ അവിടെ നിന്നുള്ള സമ്പത്താണ് വളരെ വളരെ നിർണായകമായ ഒരു സ്ഥാനം എന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും അറിയുന്ന ഒരു വിഷയമാണ്. നാടിന്റെ എല്ലാ ഘട്ടങ്ങളിലും എല്ലാ പ്രതിബന്ധങ്ങൾ ഉണ്ടാകുന്ന സമയത്തടക്കം നമ്മെ നന്നായി മലയാളിയെ സഹായിക്കുന്ന, സംരക്ഷിക്കാൻ മുന്നോട്ട് വരുന്നത് രാജ്യത്തിന് പുറത്തുള്ള വിവിധ രാജ്യങ്ങളിൽ പാർക്കുന്ന മലയാളി സമൂഹമുണ്ട് എന്നുള്ളതാണ്. അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ കേരളത്തിലെ ഗവൺമെന്റ് മുഖ്യമായ പരിഗണന കേരളത്തിലുള്ള മലയാളികളോടൊപ്പം അതേ തത്തുല്യമായിട്ടുള്ള പരിഗണനയാണ് വിദേശ മലയാളികൾക്ക് കേരളത്തിലെ ഗവൺമെന്റ് നൽകുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുന്ന ഒരാഴ്ചയ്ക്ക് മുമ്പാണ് നമ്മുടെ തലസ്ഥാനത്ത് വെച്ച് ലോക കേരള സഭ വേദിയായി മാറി. 4ാം കേരള സഭയിൽ അതിൽ പങ്കെടുത്തിട്ടുള്ളവർക്ക് അറിയാം അതിന്റെ ഗൗരവം എന്താണ്. മാധ്യമങ്ങളിലൂടെ അതിന്റെ വിമർശനങ്ങളെല്ലാം പുറം ലോകം വായിച്ച് അറിയുകയൊക്കെ ചെയ്തുവെങ്കിലും അതിന്റെ ഗുണമെന്താണെന്ന് അതിൽ പങ്കെടുത്തവർക്കും അതിനോട് സഹകരിക്കുന്ന ലക്ഷക്കണക്കായ മലയാളിക്ക് നേരിട്ടറിയുന്നത്. ഞാനിന്നലെ രാത്രി കൊല്ലത്തുനിന്ന് ഒരു പ്രോഗ്രാം കഴിഞ്ഞു പോകുമ്പോൾ ഡൽഹിയിൽ വെച്ച് ഈ തമ്പാനൂര് നമ്മളെ പഴയ മുൻ കൗൺസിലർ എന്റെ മുന്നിലിരിക്കുകയാണ്. അവരുടെ വാർഡിൽ മേലെ തമ്പാനൂര് ഉള്ള ഒരു പത്രപ്രവർത്തകൻ, ഡൽഹി സെറ്റിൽ ചെയ്തിട്ടുള്ള പത്രപ്രവർത്തകൻ മരണപ്പെട്ടു. അവിടെ വെച്ച് മരണപ്പെട്ടതാണ്.
ബന്ധുക്കളുടെ വീട്ടിൽ രാത്രി ഞാൻ ഒരു 10 മണിക്ക് ചെല്ലുമ്പോൾ അവരുടെ ആവശ്യം ആ ഡെഡ് ബോഡി വീട്ടിൽ കൊണ്ടുവരണം. അവിവാഹിതനാണ്. സ്വാഭാവികമായിട്ടും സഹോദരങ്ങളും ബന്ധുക്കളും സ്ഥലത്താണ്. അപ്പം നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഇതുപോലുള്ള ചെറിയ വിഷയം വന്നു വിടുമ്പോൾ പോലും അപ്പോഴാണ് നമ്മൾ ഓരോ സംസ്ഥാനത്താണെങ്കിലും വിദേശ രാജ്യങ്ങളിലാണെങ്കിലുമുള്ള കൂട്ടായ്മകളിലേക്ക് നമ്മൾ ഇടപെടാൻ അല്ലെങ്കിൽ ബന്ധപ്പെടാൻ. അവിടെ മുതൽ ഇപ്പൊ ഏറ്റവും അവസാനം കുവൈറ്റിലുണ്ടായ ദുരന്തമടക്കം അത്തരത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും മലയാളിക്ക് എന്ത് വിഷയമുണ്ടെങ്കിലും അവർക്ക് അവരുടെ വിഷയങ്ങൾ ശ്രദ്ധിക്കാൻ ഒരു നാഥൻ, ഒരു ഭരണകൂടം, ഒരു ഭരണ സംവിധാനം ഉണ്ടെന്നുള്ള ഒരു വിശ്വാസ്യത ഈ ലോക കേരള സഭയുടെ പ്രവർത്തനങ്ങളിലൂടെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും. നമുക്ക് പല പല കാര്യങ്ങളുണ്ട്. ഞാൻ ആ ചർച്ചകളിൽ കേട്ടിരുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ പങ്കെടുത്ത ആരെങ്കിലും ഇതിനകത്തുണ്ടാകുന്നില്ല. എംഎൽഎ ഉണ്ട്, പക്ഷെ ഉണ്ടാകാതിരിക്കും. ആ മലയാളിക്ക് അങ്ങനെ ഒരു അടുപ്പമുള്ള അല്ലെങ്കിൽ ബന്ധു അല്ലെങ്കിൽ നമ്മുടെ സ്വന്തമായി നമുക്ക് ഏത് പ്രതിബന്ധങ്ങളിലും നമ്മോടൊപ്പം നിൽക്കുന്ന ഒരു ഭരണ സംവിധാനം ഉണ്ട് എന്നും ഒരു നാടുണ്ട് എന്നും ബോധ്യപ്പെടുന്നത് അവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ്. അവരുടെ ക്ഷേമത്തിനനുസരിച്ചുള്ള നിരവധി പദ്ധതികൾ ഗവൺമെന്റ് കൊണ്ടുവന്നു. അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ, അവരുടെ കുടുംബക്ഷേമ പ്രവർത്തനങ്ങളിൽ വളരെ വളരെ വലിയ പദ്ധതികളിലേക്ക് ഗവൺമെന്റ് ശ്രദ്ധാപൂർവം മുന്നോട്ട് കൊണ്ടുപോകുക. കേരളത്തിന്റെ നിയമസഭ കൂടുന്നതിന് പോലെ അതേ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്, അതേ പ്രാധാന്യം തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ പങ്കെടുക്കുന്ന നിയമസഭാ നടപടിക്രമങ്ങളിൽ എങ്ങനെയാണോ അതിന്റെ രീതി, അതേ രീതിയിലാണ് മുഖ്യമന്ത്രിയും സ്പീക്കറും കേരളത്തിന്റെ ജനപ്രതിനിധികളായ എംഎൽഎമാരും എംപിമാരും ത്രൂ ഔട്ട് 2 ദിവസവും ഒരു നിമിഷം പോലും ആ ടൈം ടേബിളിനുള്ളിൽ നിന്ന് മാറി നിൽക്കാതെ കൃത്യമായി ആ ടൈം വരെ പങ്കെടുക്കുന്ന, ശ്രദ്ധാപൂർവം കേൾക്കുന്ന തരത്തിലാണ് അതിന്റെ സംവിധാന രീതി എല്ലാം തയ്യാറാക്കുന്നത്. നിയമസഭ ചേരുന്ന അതേ കെട്ടിടത്തിന്റെ തൊട്ടു താഴത്തെ നിലയിൽ അതുപോലുള്ള എല്ലാ സൗകര്യങ്ങളും കൂടിയാണ് ഈ 2 ദിവസം ഈ സഭ ചെയ്യുന്നത്. അതിൽ ചർച്ചകൾ വീക്ഷിക്കാൻ, ചർച്ചകൾ മനസ്സിലാക്കാൻ, അതെല്ലാം റെക്കോർഡ് ചെയ്യാൻ, അതെല്ലാം കേരളത്തിലെ വിവിധ വകുപ്പുകളിലെ തലവന്മാർ, സെക്രട്ടറിമാരടക്കം ഉള്ള ഉദ്യോഗസ്ഥർ ഗാലറികളിലും അതുമായി ബന്ധപ്പെട്ട ചുമതലയിലും എല്ലാം പങ്കെടുക്കുക. ഞാനീ പറഞ്ഞ അത്ര തുല്യ പ്രാധാന്യമാണ് വിദേശ മലയാളികൾക്ക് കേരളം നൽകുന്നത് എന്നുള്ള കാര്യം ഞാനത് സന്ദർഭവശാൽ സൂചിപ്പിക്കുന്നേ ഉള്ളൂ. നിങ്ങളുടെ യോഗത്തിൽ നമ്മുടെ നാട്ടിലെ എല്ലാ വിവാദങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന നാടായതുകൊണ്ട് ഇതൊന്നും ആളുകൾക്ക് വേണ്ടത്ര അറിയാൻ സാധിക്കില്ല. അതുപോലെ വിവിധങ്ങളായിട്ടുള്ള മറ്റ് സാംസ്കാരിക പ്രവർത്തനങ്ങൾ, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലെല്ലാം മലയാളി എവിടെ ഉണ്ടെങ്കിലും അവർക്ക് ആവശ്യമായ പിന്തുണയും സഹായവും ഔദ്യോഗികമായി തന്നെ ചെയ്യുന്ന സംവിധാനം കേരളത്തിലുണ്ട്. എന്ന് മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്ത് അത്തരം പ്രവർത്തനങ്ങളോട് വളരെ വലിയ ബഹുമാനവും ആദരവുമാണ് മലയാളി നൽകാറുള്ളത്. പണ്ട് കാലത്ത്, ഞാൻ ഇന്നാൾ കഴിഞ്ഞ ദിവസം യോഗത്തിൽ പറഞ്ഞതാണ്, പണ്ട് കാലത്ത് മലയാളി ലോകത്തിന്റെ എവിടെയും ഉണ്ടാവും. സെൻട്രലിൽ പോയാലും മലയാളികളാണ്. അതിനോടൊപ്പം നമ്മൾ പറയുന്നത് എന്താണ്? ഒരു ചായക്കടയും കാണും. മലയാളി ലോകത്തിന്റെ എവിടെ പോയാലും ഒരു ചായക്കട നടത്തിയെങ്കിലും ജീവിക്കുന്ന മലയാളി എന്നുള്ള രീതിയിലാണ് നമ്മൾ തമാശ പറയുന്നത്. എന്നാൽ അതാണോ ഇന്ന് ഞാൻ പറഞ്ഞ ലോക കേരള സഭയിൽ ലോകത്തെ 103 രാജ്യങ്ങളിലെ ഡെലിഗേറ്റ്സ് അതിൽ പങ്കെടുത്തു. 103 രാജ്യങ്ങളിലാണ്. 103 രാജ്യങ്ങളിലെ പ്രതിനിധികൾ ആ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ 103 രാജ്യങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത് പ്രതിനിധികളോട് എത്തിയിട്ടുണ്ട്. ഇപ്പൊ ലോകത്തിന്റെ ഏകദേശം 2/3 ഭാഗം രാജ്യങ്ങളിലെ പ്രതിനിധികൾക്ക് അവിടെ എത്താൻ കഴിഞ്ഞു. ലോകത്തിന്റെ എവിടെ നോക്കിയാലും മലയാളി ഉള്ളതിന്റെ ഏറ്റവും വലിയ ലക്ഷണമല്ലേ എന്നാണ്. പഴയ രീതിയാണോ? ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഏറ്റവും വൈദഗ്ധ്യമുള്ള, ഏറ്റവും വലിയ ചുമതലകൾ വഹിക്കുന്ന, ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമാനങ്ങൾ നിർവഹിക്കുന്ന
തലത്തിലേക്ക് മലയാളിക്ക് മാറാൻ കഴിഞ്ഞു. അവിടെയെല്ലാം നമുക്ക് പോകുമ്പോൾ കാണുന്നത് വെറും തൊഴിലാളികളെയല്ല, മറിച്ച് ഞാൻ പറഞ്ഞതുപോലെ വളരെ സാങ്കേതിക വൈദഗ്ധ്യമുള്ള ആളുകൾ, വിദഗ്ധന്മാർ അവിടെ എത്തുകയാണ്. അത് കാണിക്കുന്നത് എന്താ? നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകത. മറ്റു നാടുകളിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിൽ മലയാളക്കരയിൽ വിദ്യാഭ്യാസത്തിന് നമ്മൾ നൽകിയ പ്രാധാന്യം, ആ വിദ്യാഭ്യാസം നേടിയെടുക്കുന്ന നല്ല കഴിവുള്ള ചെറുപ്പക്കാർ അവർക്ക് ലോകത്തിന്റെ ഏത് രാജ്യത്ത് പോയാലും സ്വീകാര്യമായ തരത്തിലുള്ള സ്ഥാനത്തെത്താൻ കഴിയുന്ന അവസ്ഥയുണ്ടായി. അപ്പൊ അതെല്ലാം നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് മലയാളികളുടെ ചെറിയ കൂട്ടായ്മകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ വലിയ പ്രാധാന്യത്തോടുകൂടി ജനപ്രതിനിധികളായ ഞങ്ങളെ പോലുള്ള ആളുകൾ എന്നെ വിളിക്കാൻ വരുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഒരുപാട് തിരക്കുള്ള ഞായറാഴ്ചയാണ്, എങ്കിലും എത്തിച്ചേരാം. പക്ഷെ രാവിലെ ഒളിമ്പിക്സിന്റെ അതിന്റെ ഘോഷയാത്രയും അതിന്റെ പരിപാടികൾ ഗവർണറടക്കം പങ്കെടുത്ത പ്രോഗ്രാം കഴിഞ്ഞ് അതിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ തിരക്കിനിടയിൽ നിന്ന് വരാൻ കുറച്ച് പ്രയാസമുണ്ടായി. അതുകൊണ്ടാണ് കുറച്ച് വൈകിപ്പോയത്. എങ്കിലും നിങ്ങളുടെ കൂട്ടായ്മയ്ക്ക് ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ ചടങ്ങ് സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്ത, അതോടൊപ്പം തന്നെ വിവിധ തലങ്ങളിൽ കഴിവ് തെളിയിച്ച പ്രഗത്ഭരായ വ്യക്തികളെ ആദരിക്കുന്ന ഉൾപ്പെടെയുള്ള ഈ പരിപാടിക്ക് വളരെ വളരെ സന്തോഷത്തോടുകൂടി എല്ലാ ആശംസകളും നേരുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നതോടൊപ്പം ഈ ചടങ്ങ് ഉദ്ഘാടനം അറിയിച്ച എന്റെ വാക്ക് നിർത്തട്ടെ.